അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ ഏറ്റവും കൂടുതൽ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചുകൂട്ടിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അത്ര വർഷം അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ ഭാര്യമാരോടുകൂടെയും ചെലവഴിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ വിടവാങ്ങുമ്പോൾ അവിടുത്തേക്ക് വന്ന ദുഃഖം അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം സഹോദരങ്ങളെ, ഒരാണിന്റെയോ 10 ആണിന്റെയോ പവറല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയത്. ധീരതയിൽ വലിയ ധീരതയാണ്, സഹായത്തിൽ ഏറ്റവും വലിയ സഹായിയാണ്. ഒരാണിനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും സഹായിക്കാത്ത ഒരു ഘട്ടത്തിൽ, ആരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ സ്വന്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സഹായിച്ചത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. മാത്രമല്ല ഉമ്മമാരെ, ഏറ്റവും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചതും ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഈ വലിയ മഹത്വം കിട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹാ, പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വം കിട്ടിയ മഹദി വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് സങ്കടം സഹിച്ചില്ല. വല്ലാത്ത വിഷമം തന്നെയാണ്. അത്രയും വലിയ പിന്തുണയും സഹായവുമാണ് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയത്. ഒരിക്കലും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ആ പിന്തുണയും സഹായവും മായ്ക്കപ്പെടാൻ കഴിയില്ല. അത്രയും വലിയ മഹത്വമാണ്. പിൽക്കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തതുപോലെ ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തത്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല ബീവി നടന്നു വരികയാണെങ്കിൽ ആ നടത്തം നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കും. ഹാല ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ആ നടത്തം കാണുമ്പോ എന്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വരുന്നു. വല്ലാത്തൊരു നടത്തം തന്നെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും അവിടുന്ന് വലിയ ബഹുമാനവും സ്ഥാനവും നൽകി.